വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇന്നാണ് റിസപ്ഷൻ. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കാണാം. ഓക്കെ, കുഞ്ഞനിയൻ റെഡിയായി സെറ്റായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും റെഡിയായി ഇറങ്ങി ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടികൾ കാണാം. ഓക്കെ, റെഡി റെഡി. അവിടുന്ന് പറയും അവിടെ ഇതിലൊന്നുകൂടെ സി ജി ഒരു അടിപൊളിയായിട്ട് ഫോട്ടോ അടിപൊളിയായിട്ടൊന്ന് കോസ്റ്റ്യൂം ഒന്ന് അറേഞ്ച് ചെയ്ത് കുറച്ചൊന്നും കൂടെ ഇറങ്ങി കിട്ടാവും. ഈ സൈഡ് ഒരു മിനിറ്റ് ആക്ഷൻ പറയുന്നു. ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് തരാൻ പറ്റുമോ? ഒന്നുകൂടെ രസമാകും. ആ കയ്യൊക്കെ മാറ്റി ഒരു സിംഗിളായിട്ട് ഇരിക്കുമല്ലേ? ഒരു സിംഗിളായിട്ട് മൊബൈലോടെ വെച്ചാൽ മതി. ഇപ്പൊ കയ്യിൽ വെച്ചോ. മോനിക്ക് അങ്ങനെ തന്നെ ഒന്ന് ഷെയ്ക്കൻ്റെ കൊടുത്തിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് ഓക്കെ, ഒന്ന് ഹാക്ക് ചെയ്യോ? രണ്ട് സൈഡ് ചെയ്തതാ. ഓക്കെ, ഇനി ഒരു ഉമ്മ കൊടുത്ത് ഫേസ് കാണുന്ന രീതിയിൽ. പിന്നെ ഇതിൽ ഫേസ് കുറച്ചും കൂടെ. ഓക്കെ, ഇപ്പൊ ചിരിക്കുമ്പോ ഉമ്മ ചിരിക്കും. ഓക്കെ, അത് ചിരിക്കും. മോനെ നോക്കിട്ട് ഒന്ന് കൈ കൊടുത്ത് എങ്ങനെയുണ്ട്? ഓക്കെ, ഒന്ന് കെട്ടിപ്പിടിച്ചോ രണ്ട് സൈഡും. കുറച്ച് ഇങ്ങോട്ടാക്കണം. ആ ഡോർ ഉമ്മ കുറച്ച് കൈ ജസ്റ്റ് ചിരിക്ക് അതിലിപ്പോ വരും. എങ്ങനെയുണ്ട് ഈയുടെ കോസ്റ്റ്യൂം? സൗണ്ട് ഇല്ലല്ലോ അല്ലേ? സോറി. ദിയ പോട്ടെ. എടി പാത്തു പാട്ടോ പെട്ടെന്ന് നമുക്ക് ഫാമിലി ഫാമിലി ഫോട്ടോ എടുക്കാൻ താഴത്തോട്ട്. എടാ ബാ കഴിഞ്ഞു. എന്റെ ചെരുപ്പ് താഴത്തോട്ട്. നബിലും വാ, നബിൽ ചെല്ലേ വാ.
എടാ അകത്ത് കൂടെ ചെല്ല് നീ വലിച്ച്. മോൾ അതെ നിങ്ങള് ഒരു ഹാപ്പി ആയിട്ട് ചിരിക്കും. അതൊന്ന് ഫേസിൽ നോക്കി പറയുമ്പോ നോക്കടാ. ഓക്കെ അതല്ലേ ഞങ്ങൾ പങ്കെടുത്ത ലാസാണ് അറിയണ്ടാവും ചിലപ്പോ. ഒന്നുകൂടെ ഫേസിൽ നോക്കി, ഫേസ് ടു ഫേസ് നോക്കി, ഫേസ് ടു ഫേസ് നോക്കി, ഫേസ് ടു ഫേസ്. ഒന്ന് രണ്ടുപേരും ഇവിടെ പറയുമ്പോൾ ഫോർഡിൽ കിസ് ചെയ്യണേ. ഓക്കെ റെഡി. ഈ കണ്ണടച്ചോട്ടോ. കിട്ടുന്നു ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട്. കണ്ണടച്ച്. ഓക്കെ ഇനി അവളെ ഈ നെറ്റിയുടെ ഇവിടെ കിസ് ചെയ്യണം കേട്ടോ. പറയാം. ഓക്കെ റെഡി. 1 2 3. ഗായ്സ് അവരവിടെ ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 5 മണി സമയം. അവരെല്ലാം രണ്ടുപേര് ചായ കുടിക്കണം എന്ന് പറഞ്ഞു. 5 മണിയായി, ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുമെന്നും പറഞ്ഞ് ഈ മൂലയ്ക്ക് രണ്ടുപേരൊന്ന് ചായ കുടിക്കണുണ്ടോ. ഒന്ന് എൻ്റെ മാതാശ്രീയും ആൻറ്റി. പാത്തു ബാക്കില് ആ ഫോട്ടോ എടുക്കുന്നിടത്ത്. ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് ഒന്ന് കമന്റ് ബിലോ. ഇന്നത്തെ കോസ്റ്റ്യൂം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇന്നലത്തെ ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഒരു ഗായ്സ് ബ്ലോഗാണ്. സുഖല്ലേ? എല്ലാവരും കല്യാണത്തിന് വരണം. ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? അഡ്ജസ്റ്റ് ചെയ്ത് പോണം. എല്ലാരും വരണം. ഗൈസ് കോട്ടിട്ട് ചൂടെടുത്ത് ഇവിടെ എല്ലാവരും വണ്ടിയിൽ കയറി എ സി ഒക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുന്നു. ഐവയുണ്ട്, മമ്മയുണ്ട്, ആൻറ്റിയുണ്ട്, അയിനുണ്ട്. അവിടെ എന്താ മീൻ പിടിക്കാൻ വലയിടുന്നു ഗൈസ്. ഹായ് ഗായ്സ്. എടാ റൂം എവിടെടാ? റൂം എവിടെ? നമ്മളങ്ങനെ ചാക്കോളാസിലെത്തി. ഇവിടെ ആൾക്കാർ വന്ന് തുടങ്ങുന്നുള്ളൂ. ഇപ്പൊ ചെക്കനെയും പെണ്ണിനെയും റൂമിൽ കൊണ്ട് ഇരുത്താൻ വേണ്ടി പോവാം. ഹൈ 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 ഹൈ.
ഒരു സ്നേഹത്തോടു കൂടി വിളിക്കും ബാന്നൊക്കെ. ബാ എടാ ഈ ലൈറ്റ് ഒക്കെ ഓണാക്കടാ. കണ്ണ് മുകളിലേക്ക് വെച്ച് എടാ ഇത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തടാ ഇവനു. ഓ ഇബിന് ഇടിവെട്ട് ഇബിനോടെയാ. ലുക്ക് നൈസ്. നെയിൽ കട്ടറോ അതിന് നിങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണ് കേട്ടോ. മണ്ണാട്ടിക്ക് നാൻ വന്നു. ഒന്ന് ഇറങ്ങ, ആ ഹീൽസ് ചെയ്തൊന്ന് ഇറങ്ങി പ്ലീസ്. ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി ഫീലാ. എനിക്ക് ഇത്ര ഹീലിൽ കിട്ടണില്ല. ഞാൻ ട്രാൻസ്പെറന്റ് നോക്കി വെട്ടത്തിന്റെ അടിയിൽ എന്തൊക്കെ ചെയ്തിട്ട് മേനെയുള്ള സ്വിച്ച് ചെയ്യുന്നാണോ? ചോട്ടോ കുറച്ച് വെട്ടത്തോട്ടേക്ക് എല്ലാം കൂടി വെട്ടത്തേക്കു അവിടെ വ്ലോഗ് എടുക്കണില്ലേ? ഇവനെ നടക്കൂ. ഞാൻ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പിടിക്കാനുള്ളതാണ്. അനിയാ കുഞ്ഞിനെ ഇത് കൈ പിടിക്കാൻ താങ്ങൂ. എന്തെങ്കിലും പുറത്താൻ പറഞ്ഞോണ്ടിരിക്കും. എൻഗേജ് ആക്ക്. പേടിപ്പിക്കുന്നോ? താഴേക്ക് വലിച്ച് താഴേക്ക് പിടിക്കല്ലേ. ഇത് ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ ഉള്ളിലേക്ക് വലിച്ച് എക്സ്പ്രഷൻ പെട്ടെന്ന് ഓർമ്മ. ഞാൻ പഴയ കാലഘട്ടത്തിൽ കോട്ടിന്റെ ബട്ടൺ ഇട്.
ഡാഡി ഇനി മുതൽ ഞാനല്ല നമ്മളെന്ന്. ശരിയായ എന്ത് നോക്കണേ? നീ തെക്കോട്ട് നോക്കിന്നേ കുറച്ചു നേരം. അപ്പൊ ഇറങ്ങുമല്ലേ? എടാ അതിനു നീ കോട്ടിട്ടെ. മാസല്ലേ ഈ എടാ അയിനു നീ ആ ബാക്കിലെ ഡ്രസ് ഒന്ന് പിടിച്ചേ. എടാ വലിപ്പേ നിക്ക് അടി മറ്റേ നീ വലിക്കില്ലേട്ടോ ഇങ്ങനെ. നീ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി നീ. ആ ഇനി ഈ ഇവിടെ പിടിക്കേ. ഇങ്ങനെ വലിക്കില്ലേ? എന്നാല് കുറച്ച് ഫ്രീ ആയിട്ട് ഇട്ടേ. ഇവനെന്താ? ഹാറോ ഹായ് ഗൈസ്. എടാ പോലെ 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 എടാ അങ്ങോട്ട് ചെല്ല അതിന്റെ കൂടെ. നീ അങ്ങോട്ട് ചെന്ന്. നീ വലിപ്പിക്കില്ല വലിപ്പിക്കില്ലേ? എല്ലാരും ഇറക്കമുള്ള ഡ്രസ്സൊക്കെ ഇട്ടവര് ശ്രദ്ധിക്കുക. എന്റെ ഫോണിലോ? എപ്പ അതൊന്ന് കൊട്ടിക്കളടാ. എന്നിട്ട് താഴത്തേക്ക് ഇട്ടോട്ടെ അവളുടെ എനിക്ക് അകത്തോട്ട് കയറിയിട്ട് താഴത്തോട്ട് വെച്ചാ പോരാ. അകത്തോട്ട് കയറിയിട്ട് താഴത്തേക്ക് വെച്ചു. അല്ല കുഴപ്പമില്ല അമ്രാസി. അവിടുത്തെ ഉസ്താകന്മാരൊന്നും എഴുന്നേറ്റ് പോട്ടെ പോട്ടെ പോട്ടെ. പത്ത് കയറി കുറച്ച് ഫ്രണ്ടിലോട്ട്. ഈ വീഡിയോ ഒന്നും ഇങ്ങനെ പിടിച്ചേ. ഓണ
apologize and thank you so much everyone for this parental moment of very beautiful couple, Mr. Nabil and Mrs. Nabil. So by the way, everyone please be seated here. വന്നിരിക്കുന്ന എല്ലാവരും സീറ്റുകളിലേക്ക് ഒഴിപ്പായി ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ദേ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വളരെ പ്രൗഡായി വളരെ ഹാപ്പി ആയി നിൽക്കുന്നു അല്ലേ? ഓൾറൈറ്റ്. സോ ഇനി എനിക്ക് ചോദിക്കേണ്ടത് ഈ സുന്ദരിക്കുട്ടിയോട് തന്നെയാണ്. ആൻഡ് യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. സോ ദിയ, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബിയസ്ലി കുറേ ക്വാളിറ്റീസ് കണ്ടിട്ട് തന്നെയായിരിക്കും എന്താണെങ്കിലും നബീലിനോട് എസ് പറഞ്ഞത് അല്ലേ? എന്തൊക്കെയായിരുന്നു ആ ക്വാളിറ്റീസ്? ആൻഡ് ഒബിയസ്ലി കുറേ നാള് ബാച്ചുലർ ലൈഫൊക്കെ അടിച്ച് പൊളിച്ച് നടക്കുകയായിരുന്നു അല്ലേ? ആൻഡ് ഇന്നലെ മുതൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായി മാറിയിരിക്കുന്നു. ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. സോ പ്ലീസ്. തമ്മീനെ മുച്ചു പിടിച്ചേക്കുക പിള്ളേരില്ലാത്തതുകൊണ്ട് ആക്ച്വലി ദിയ ഒന്നും സംസാരിക്കില്ല എന്നാണ് പറയുന്നത്. ദിയ വളരെ സ്റ്റേജ് ഫിയർ ഉള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ ആക്ച്വലി ആളൊരു വലിയ മിടുക്കി കുട്ടിയാണ്. ആൻഡ് ഐ നോ ദാറ്റ് എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളതെന്ന് അറിയാം. വളരെ ഹാപ്പിയാണ്, വളരെ എക്സൈറ്റഡ് ആണ്. ഒരു ന്യൂ ലൈഫാണ്, ഒരു ന്യൂ ബിഗിനിങ് ആണ്. വളരെ ഹാപ്പി ആയിട്ട് അതിനേക്കാൾ വളരെ ബ്യൂട്ടിഫുൾ ആയി മുന്നോട്ട് പോകട്ടെ എന്നാണ് ഒബ്വിയസ്ലി ദിയ വിചാരിക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ ഒരു സ്നേഹവും ഈ ഒരു സന്തോഷവും ലൈഫ് ലോങ് എന്നും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു ബ്യൂട്ടിഫുൾ കപ്പിളിന് വേണ്ടിയിട്ട് ഒരു നല്ല കയ്യടി. So thank you so much everyone. I know that ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരും നബീലിൻ്റെയും ദിയയുടെയും ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ആളുകൾ തന്നെയാണ്. നബീലിൻ്റെയും ദിയയുടെയും വളരെ ക്ലോസ് ഫ്രണ്ട്സും അതിനേക്കാൾ ക്ലോസ് ആയിട്ടുള്ള കുറച്ചധികം ആളുകൾ തന്നെയാണ് ഇന്നത്തെ ഈ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും നബീലിൻ്റെ ആളുകൾക്ക് കൂടുതലായി ദിയയെ പരിചയപ്പെടുത്തുന്നതിനും ദിയയുടെ ആളുകൾക്ക് കൂടുതലായി നബീലിനെ പരിചയപ്പെടുത്തുന്നതിനുമായി ചെറുതായിട്ട് ഇവരെ രണ്ടുപേരെയും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. A very handsome groom, Mr. നബീൽ അനസ്. മണലംപാറയിൽ വീട്ടിൽ മിസ്റ്റർ അനസ് മനാറയുടെയും മിസ്സസ് ജുബീന അനസിൻ്റെയും മകനാണ് മിസ്റ്റർ നബീൽ അനസ്. He completed MBA and currently running his own business and moved to the very beautiful, the very gorgeous Mrs. Diya Rafiq. പുതിയറക്കൽ വീട്ടിൽ മിസ്റ്റർ മുഹമ്മദ് റഫീഖിൻ്റെയും മിസ്സസ് നിസാർ റഫീഖിൻ്റെയും മകളാണ് മിസ്സസ് ദിയ റഫീഖ്. She completed BSc in Mathematics and MSc in Mathematics. And the best part is ഈ രണ്ട് കോഴ്സിലും റാങ്ക് ഹോൾഡർ കൂടെയാണ് ദിയ റഫീഖ്. And she is currently pursuing BA. And yes, this is all about a very beautiful couple, Mr. Nabil and Mrs. Nabil. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിലെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻറ്റ് തന്നെയാണ് ഈ ഒരു ദിവസം, ഈ ഒരു മൊമെൻറ്റ് അല്ലേ? പക്ഷെ നിങ്ങളെക്കാളേറെ ഈ ഒരു ബന്ധം ആഗ്രഹിച്ച് കുറച്ചധികം പേര് എൻ്റെ വിളിയും കാത്ത് താഴെ നോക്കി നിൽക്കുന്നുണ്ട് അല്ലേ? യെസ്, ദിസ് ഇസ് ദ ടൈം ടു ഇൻവൈറ്റ് ദം ഓൺ ടു ദ ഡയസ്. സോ ആദ്യമേ തന്നെ ഏറെ സ്നേഹപൂർവ്വം ഏറ്റവും സന്തോഷപൂർവ്വം തന്നെ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നബീൽസ് പാരൻസ് ഓൺ ടു ദ ഡയസ്. നബീലിൻ്റെ ദ സ്ട്രോങ് പില്ലർ ആൻഡ് ദ ബാക്ക് ബോൺ ഒബ്വിയസ്ലി നബീലിൻ്റെ ഉപ്പയും അമ്മയും തന്നെയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയുടെ സമ്മാനിച്ചുകൊണ്ട് തന്നെ ദിയയുടെ ഉപ്പയും ഉമ്മയും തന്നെയാണ്. സോ ഈ ഒരു ഫോട്ടോ സെക്ഷന് ശേഷം we will invite them onto the dais. ആ ഫ്രെയിമിൽ പിടിച്ചോട്ടോ. ആൾക്കാർ വരുമ്പോൾ ടൂറിസ്റ്റ് ഇട്ട് അവർ വന്നെ എൻട്രി എടുക്കട്ടെ. അങ്ങനെ എടുത്തോ. ഓക്കെ, ആ ഒരു ഫ്രെയിമിൽ പിടിച്ചോ. All right. So now is the time to welcome Diya's parents onto the dais. ദിയയുടെ ഉപ്പയും ഉമ്മയും നിറഞ്ഞ മനസ്സോടെ നല്ലൊരു കൈയുടെ സമ്മാനിച്ചുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം. വെൽക്കം ഉപ്പ. ഉപ്പ ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ രണ്ടുപേരെയും നല്ലൊരു കൈയുടെ സമ്മാനിച്ചുകൊണ്ട് തന്നെ സ്വാഗതം ചെയ്തു. ഉപ്പ, ഉമ്മ, we heartily welcome both of you to this great occasion. ഉപ്പ, welcome. ഉമ്മ, welcome. All right. So yes, here we have the partially completed family of Nabil and Diya. പക്ഷേ ഇവരെ കൂടാതെ തന്നെ നബീലിൻ്റെയും ദിയയുടെയും ലൈഫിലെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ചധികം പേരെയാണ് അടുത്തതായി ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഇൻവൈറ്റ്
Dia's siblings on to dais right now. And we all know that Dia 4 പെൺകുട്ടികളുള്ളൊരു വീട്ടിലെയാണ്. ആൻഡ് ആദ്യത്തെ ചേച്ചിയെ, ഏറ്റവും മൂത്ത ചേച്ചിയാണ് ആദ്യമായി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ഏറെ സ്നേഹപൂർവ്വം നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് തന്നെ ഫാത്തിമ ചേച്ചിയും അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയും സ്വാഗതം ചെയ്യുന്നു. ചേച്ചി ഫാമിലി കൂടി എത്രയും വേഗം തന്നെ വേദിയിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഫാത്തിമ ചേച്ചി ആൻഡ് the whole family, everyone please be on the dais. അതോടൊപ്പം തന്നെ ഈ ഒരു വേദിയിലേക്ക് അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് ഐഷ ചേച്ചിയും അവരുടെ ഫാമിലിയുമാണ്. ഫാത്തിമ ചേച്ചി എന്തായാലും ഈ ഒരു ക്രൗഡിലും ഫാമിലിയും ഫ്രണ്ട്സിനെയും പരിചയപ്പെടുന്ന തിരക്കിലായിരിക്കും. സോ ബൈ ദ ടൈം ഞാൻ അടുത്തതായി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഐഷ ചേച്ചി ആൻഡ് their family. Everyone please be on the dais. So ladies and gentlemen, now I would like to welcome Aisha Chechi and their family onto the dais. Welcome everyone, please be here. So welcome everyone. Okay, welcome Chechi. Cheda, welcome. All right. So now I would like to welcome Heba onto the dais. ഏറെ സ്നേഹപൂർവ്വം, ഏറെ സന്തോഷപൂർവ്വം തന്നെ I would like to welcome the very beautiful, the very gorgeous, the sister of Dia. So welcome Heba, please. And ഒരിക്കൽ കൂടി ഫാത്തിമ ചേച്ചിയെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാത്തിമ ചേച്ചി and their family, everyone please be on the dais for the ceremonies. All right. So ഫാത്തിമ ചേച്ചി ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു ടൈമിൽ let me welcome the most eligible bachelors and the very beautiful, the very handsome guys onto the dais, and that is none other than Nabil's younger brother and younger sister. Ladies and gentlemen, can we have a big round of applause and welcome the one and only Mr. Nihal Anas and Ms. Nahala Anas. Please be on the dais. So welcome, please. And yes, here we have the very beautiful sister, Nahala. Welcome, and you're looking very beautiful, please. All right, so നല്ലൊരു കാര്യം സമ്മാനിച്ചുകൊണ്ട് തന്നെ ഫാത്തിമ ചേച്ചിയും ഫാമിലിയും ഈ ഒരു വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം എവരിവൺ, പ്ലീസ് ബി ഓൺ ദി ഡയസ്. So I would like to welcome Mr. Nabil, Mrs. Nabil and the whole family for the cake cutting ceremony. So welcome everyone. So Nabil, Dia, welcome. So grand wedding reception ceremony. So 3, 2, 1 and here we go. Congratulations both of you and happy married life, Mr. Nabil and Mrs. Nabil. ഗൈസ്, കല്യാണത്തിന് എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാ പോകുന്ന ഒരു കുരുപ്പ്, ഈ നിൽക്കുന്നു അടുത്ത കുരുപ്പ്, ഇതാ നിൽക്കുന്നു അടുത്ത കുരുപ്പ്. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയുന്നത്? ഒന്ന് വീട്ടിൽ പോകണം, റെസ്റ്റ് ചെയ്യണം. ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്.